ലോഗോസ് ക്വിസ് ബൈബിൾ റീഡിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2025 ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് പ്രഭാഷകൻ 49, 50 അധ്യായമാണ്. അധ്യായം 49. ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയയുടെ സ്മരണം. നാവിന് തേൻ പോലെയും വീഞ്ഞ സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ മാനസാന്തരപ്പെടുത്തി, പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അത്യുന്നതന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂദ രാജവംശം അസ്തമിച്ചു. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജെറമ്യ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവെച്ചു. അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ചതിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമ്യ. അവനെ അവർ പീഡിപ്പിച്ചു. കെരുവുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു. നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. സെറുബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലതു കൈയിൽ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. യഹോസാദാക്കിൻ്റെ പുത്രനായ യേശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു. കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹമ്യയുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി. വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹെനോക്കിന് തുല്യനായി ആരും ഭൂമത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സംഭവിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ഷേമും സേത്തും ബഹുമാനിതരാണ്, സൃഷ്ടികൾക്കെല്ലാം ഉപരി ആദവും. അധ്യായം 50. പ്രധാന പുരോഹിതൻ ശിമെയോൻ. ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമെയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്! മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർ പൂ പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലെബനോണിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ, ധൂമകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്നഖചിതമായ സ്വർണ്ണത്തളിക പോലെ, കാഴ്ച നിൽക്കുന്ന ഒലിവ് പോലെ, മേഘം ഉരുമുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാന വസ്ത്രമണിഞ്ഞ് സർവ്വ അലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോണിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു. അഹ്റോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷങ്ങളോടും കൂടി കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിൽ ഏന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നു. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. അഹ്റോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതമായ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമെയോൻ ഇറങ്ങി വന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി. അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. ഉപദേശങ്ങൾ. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും
പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. 2 ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു, മൂന്നാമത്തേത് ജനതയെയല്ല. സെയർമലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ഷെക്കേമിലെ മൂഢജനതയും. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലിയാസാറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവിൻ്റെ വചനം.